തിരുവനന്തപുരം മേയറുമായി നടുറോഡിലുണ്ടായ തർക്കത്തിൽ കെ.എസ്.ആർ.ടി.സി ഡ്രൈവർ യദു കോടതിയിൽ ഹർജി നൽകി കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നതടക്കം കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ വിഷയങ്ങളെല്ലാം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. അമൽ തേനംപറമ്പിലാണ് വിവരങ്ങളുമായി ചേർന്നത്. അമൽ, നേരത്തെ തന്നെ വലിയ തർക്കങ്ങൾ പൊതുവിടത്തിൽ വലിയ തർക്കത്തിൽ ടെലിവിഷൻ ചാനലിന്റെ പ്ലാറ്റ്ഫോമിലടക്കം വലിയ തർക്കങ്ങൾ ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നു. നേരത്തെ ഈ തർക്കത്തിന്റെ തുടർച്ചയായി രാഷ്ട്രീയ വാഗ്വാദങ്ങളും ഒക്കെ തുടരുന്നതിനിടയിലാണ് ഇപ്പോൾ കോടതിയിലേക്ക് പോകുന്നത്. കോടതിയിൽ വരുന്ന ഈ ഹർജിയുടെ ഗൗരവം എത്രത്തോളമുണ്ട്? ഈ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ ആര്യ രാജേന്ദ്രൻ പോലീസിൽ പരാതി നൽകിയിരുന്നു. കണ്ടോൺമെന്റ് പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യദുവിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അതിൻ്റെ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ആ സമയത്ത് തന്നെ യദു ആ രാത്രിയിൽ ഒരു പരാതി നൽകിയിരുന്നു. പക്ഷേ ആ പരാതിയിൽ കേസെടുക്കാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. ആ കേസെടുക്കേണ്ട സാഹചര്യമുണ്ടോ എന്ന് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നിർദ്ദേശം ACPക്ക് പോയതല്ലാതെ മറ്റ് നിയമ നടപടികളൊന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യദുവിൻ്റെ പരാതിയിൽ ഉണ്ടായിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നതടക്കമുള്ള വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യദു കോടതിയിലേക്ക് പോകുന്നത്. ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി 3-ലാണ് യദു ഈ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്നത് തൻ്റെ വാഹനത്തിൻ്റെ ട്രിപ്പ് മുടക്കിയതടക്കമുള്ള കാര്യങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നുമുണ്ടായി. വഴിയിൽ തൻ്റെ വാഹനം തടഞ്ഞു നിർത്തി. തൻ്റെ ജോലി എന്ന് പറയുന്നത് ഈ വാഹനം ഡിപ്പോയിൽ എത്തിക്കുക എന്നുള്ളത് വരെയായിരുന്നു. പക്ഷേ അതിന് സച്ചിൻ ദേവ് MLA-യും ആരെയും അനുവദിച്ചില്ല എന്നുള്ളതാണ് ഈ ഹർജിയിൽ പറയുന്നത്. ഇത് സംബന്ധിച്ച വിഷയത്തിൽ കോടതി ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട കാര്യം. പോലീസുമായി ബന്ധപ്പെട്ട് താൻ പരാതി നൽകിയിരുന്നുവെങ്കിലും പോലീസ് ഏകപക്ഷീയമായി പെരുമാറുന്നു എന്നുള്ളതാണ് യദുവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. തനിക്ക് പോലീസിൽ നിന്നും നീതി കിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് കോടതിയെ സമീപിക്കുന്നത് എന്നുള്ളതാണ് യദുവിൻ്റെ വാദം. എന്തായാലും കോടതി വിഷയത്തിൽ ഇന്ന് കോടതിയിലേക്ക് ഹർജി എത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വാദത്തിന് ശേഷമായിരിക്കും കോടതിയുടെ നിലപാടെന്ന് വ്യക്തമാകുക. ശരി, അമൽ തേനംപറമ്പിലാണ് വിവരങ്ങൾ നൽകിയത്.